2026 ഫെബ്രുവരി 5 സിറാജ് എഡിറ്റോറിയൽ. നരവനെയുടെ പുസ്തകം സൃഷ്ടിച്ച തീയും പുകയും. കരസേനാ മുൻ മേധാവി മനോജ് നരവനെയുടെ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ വൻ വിവാദത്തിലകപ്പെട്ടിരിക്കുകയാണ്. പുസ്തകത്തെ ആധാരമാക്കി ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ചില വരികൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വായിക്കാൻ ശ്രമിച്ചതും ഭരണപക്ഷം രാഹുലിനെ ശക്തമായി പ്രതിരോധിച്ചതുമാണ് പുസ്തകം ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കിയത്. ദോക്ലോം വിഷയവും ചൈനയുടെ അതിർത്തി കയ്യേറ്റത്തിനെതിരെ യഥാസമയം നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിനു സംഭവിച്ച വീഴ്ചയും വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി വായിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും ഭരണപക്ഷത്ത് ഇത് അസ്വസ്ഥത സൃഷ്ടിച്ചു. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വരികൾ സഭയിൽ വായിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുടെ വായനയെ തടയാൻ ആദ്യം രംഗത്തു വന്നത്. പിന്നാലെ സ്പീക്കറും ആഭ്യന്തരമന്ത്രി അമിത് ഷായും രംഗത്തെത്തി. 2020 ആഗസ്റ്റ് 31 രാത്രി ചൈനീസ് ടാങ്കറുകൾ ലഡാക്കിലെ റച്ചില്ല ഭാഗത്തേക്ക് കടന്നുകയറിയപ്പോഴുണ്ടായ അതീവ ഗുരുതര സാഹചര്യമാണ് പുസ്തകത്തിലെ ഒരു വിവരണം. ഈ ഘട്ടത്തിൽ അന്നത്തെ സൈനിക മേധാവിയായിരുന്ന നരവനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സംയുക്ത സൈനിക മേധാവി ജനറൽ വിപിൻ റാവത്ത് എന്നിവരെ വിളിച്ച് ഉപദേശം തേടിയെങ്കിലും എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ആരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. അവസാനം പ്രധാനമന്ത്രിക്ക് വിളിച്ചു. ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സൈന്യമാണ്, എന്തു വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നായിരുന്നു അത്രേ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം തീരുമാനം സൈന്യത്തിന് വിട്ടുകൊടുത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഈ അനിശ്ചിതാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ താൻ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നതായി നരവനെ വിവരിക്കുന്നു. നിർണായക ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിൽ സർക്കാരിൻ്റെ കഴിവുകേടിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നരവനെയുടെ ഈ വരികൾ. അതിർത്തി കാക്കുന്നത് സൈന്യത്തിൻ്റെ മാത്രം ജോലിയല്ല. അത് സംബന്ധിച്ചുള്ള സത്യസന്ധമായ വിലയിരുത്തലും നിർണായക ഘട്ടത്തിൽ കാര്യങ്ങൾ കൃത്യമായി വീക്ഷിച്ച് സൈന്യത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകലും ഭരണകൂടത്തിന് അനിവാര്യമാണ്. പുസ്തകത്തിൽ അഗ്നിപഥിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളും സർക്കാരിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകണം. സൈനിക തലത്തിൽ വിശദമായ ചർച്ചകൾക്കു ശേഷം രൂപപ്പെട്ട പദ്ധതിയല്ല അഗ്നിപഥ്. സൈന്യം വിഭാവനം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ അപ്രതീക്ഷിതമായി നടപ്പാക്കിയ പദ്ധതിയാണ് ഇതെന്ന് നരവനെ പറയുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു പദ്ധതി സൈനിക നേതൃത്വവുമായി ചർച്ച ചെയ്യാതെയും അവരുടെ അംഗീകാരമില്ലാതെയും കൊണ്ടുവന്നത് സന്ദേഹത്തിനിടയാക്കുന്നതാണ്. സൈന്യത്തിൻ്റെ പ്രൊഫഷണലിസം നഷ്ടപ്പെടുത്തുന്ന ചിന്താശൂന്യമായ പദ്ധതിയാണിതെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ അന്നേ അഭിപ്രായപ്പെട്ടിരുന്നു. ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ സൈനിക പ്രൊഫഷണലിസം അവഗണിക്കപ്പെടുമ്പോൾ അതിന് ചിലപ്പോൾ രാജ്യം വലിയ വില നൽകേണ്ടി വരും. കേവല യുദ്ധാനുഭവങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ നയരൂപവൽക്കരണത്തിലെ പാളിച്ചകളിലേക്കും സർക്കാർ സൈനിക ബന്ധങ്ങളിലെ പൊരുത്തക്കേടിലേക്കും വിരൽ ചൂണ്ടുന്നുവെന്നതാണ് ഈ പുസ്തകത്തെ ഗൗരവതരമാക്കുന്നത്. ശക്തമായ ഒരു ജനാധിപത്യ സർക്കാരാണെങ്കിൽ ഇത്തരം തുറന്നുപറച്ചിലുകളെയും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങളെയും ഭയക്കേണ്ടതില്ല. അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാർ നിലപാടുകൾ പൂർണ്ണമായും ശരിയും കാര്യക്ഷമവുമാണെന്ന് അവകാശപ്പെടുന്നതിനപ്പുറം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുകയാണ് ശരിയായ വഴി. നരവനെയുടെ പുസ്തകം ഒരു കുറ്റപത്രമായി വിലയിരുത്തുന്നതിനു പകരം സംവാദത്തിനുള്ള ഒരു അവസരമായി കാണുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. നരവനെയുടെ പുസ്തകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ വായിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് വാദമുയർന്നത്. എന്തുകൊണ്ടാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാത്തത്? ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത്? മുതിർന്ന ഉദ്യോഗസ്ഥർ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് വാങ്ങണമെന്ന വ്യവസ്ഥയുണ്ട്. നരവനെ പുസ്തകം ക്ലിയറൻസിനായി സമർപ്പിച്ച് 4 വർഷമായി അനുമതി നൽകാതെ പിടിച്ചുവച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. എന്തുകൊണ്ട്? രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ, തന്ത്രപ്രധാനമായ നീക്കങ്ങൾ, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം എന്നിവയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അനുമതി നിഷേധിക്കാവുന്നത്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയിൽ അത്തരമെന്തെങ്കിലും പരാമർശമുള്ളതായി പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ
സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിലെ വീഴ്ചകളെ സംബന്ധിച്ചുള്ള എഴുത്തും അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുമാണ് അനുമതി നൽകുന്നതിന് തടസ്സമെന്നാണ് അറിയുന്നത്. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്തതിനാൽ അനുമതി വൈകിപ്പിക്കുന്നതിൽ ന്യായമില്ല. പുസ്തകം പുറത്തുവന്നാൽ പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കുമെന്ന ഭീതിയായിരിക്കണം അനുമതി നൽകാത്തതിനു പിന്നിൽ. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കയ്യേറ്റമാണ്. അനുമതി നൽകിയാലും ഇല്ലെങ്കിലും പാർലമെന്റിൽ വായിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമവും അതിനോടുള്ള ഭരണപക്ഷ ബെഞ്ചിന്റെ പ്രതികരണവും പുസ്തകം ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ കാരണമായിട്ടുണ്ട്. ഒപ്പം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്.